ചങ്ങായിമാർ എപ്പോഴും നമ്മളെ ചിരിപ്പിക്കാനുള്ള നമ്മളെ അൻസാരി ഉസ്താദ് ഉണ്ടല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കരയിപ്പിക്കുന്ന വീഡിയോസും ചെയ്യാറുണ്ട്. അങ്ങനെ ഉസ്താദ് ചെയ്ത 2 കരയിപ്പിക്കുന്ന വീഡിയോസാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. എന്തുകൊണ്ട് ഞാൻ അൻസാരി ഉസ്താദിന്റെ ഇത്തരം വീഡിയോകൾ നിങ്ങളെ കാണിച്ചു തരുന്നു വെച്ചാൽ, ഒരു ഹിന്ദു എന്ന നിലയിലുള്ള ഇത്തരം വീഡിയോസ് കുറച്ചധികം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്റെ കടമ തന്നെയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു എന്ന പേരിലുണ്ടല്ല കുറച്ച് ചാണക സംഖ്യകൾ എന്റെ അൻസാരി ഉസ്താദിനുണ്ടല്ല തീവ്രവാദിയാക്കാനും സുഡാപ്പിയാക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഒരു ഹിന്ദു എന്ന നിലയിൽ ആ ചാണക സംഖ്യക്ക് മറുപടി കൊടുക്കേണ്ടത് എന്റെ കർത്തവ്യമാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഞാൻ അൻസാരി ഉസ്താദ് ഉണ്ടല്ല ഇന്നലെ ആദ്യം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അസുഖബാധിതയായ ഒരു ഹിന്ദുവായ സൂര്യ എന്ന പെൺകുട്ടിക്ക് വേണ്ടി അൻസാരി ഉസ്താദ് ചെയ്ത ഒരു വീഡിയോ. ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒന്നിരിക്കും നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ചെയ്യുക, അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെങ്കിൽ നിങ്ങൾ സഹായിക്കുക. ഞാനിപ്പം കൊല്ലം നടക്കൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് സുനിലേട്ടന്റെ മകൾ സൂര്യയുടെ അടുക്കാണ് നിൽക്കുന്നത്. ഈ പൊന്നുമോക്ക് കരൾ സംബന്ധമായ ഗുരുതരമായ ഒരു അസുഖം ബാധിച്ച് കിടപ്പിലാണ്. അപ്പം ബഹുമാനപ്പെട്ട ഈ നടക്കൽ മഹലിലെ ഖത്തീബ് ഹാഷിം ഉസ്താദും ഇവിടുത്തെ ആദരണീയനായ കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടെ വിളിച്ചിട്ട് ഇവിടെ വന്നതാണ്. അച്ഛനും അമ്മയൊക്കെ അരികിൽ പോകേണ്ടവർക്ക് വല്ലാത്തൊരു വിഷമഘട്ടത്തിലാണുള്ളത്. ഈ കുഞ്ഞിന് എത്രയും പെട്ടെന്ന് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്കപ്പുറം തീരുമാനങ്ങൾ ഉണ്ടായി പോകുമെന്നുള്ള വല്ലാത്ത വേദന, നിത്യവേദന കൊണ്ട് ജീവിക്കുന്ന കൂലിപ്പണിയാണ് അദ്ദേഹത്തിന്, വേറെ വരുമാനങ്ങളൊന്നുമില്ല. സൂര്യമോളുടെയും കുടുംബത്തിനെയും കഥ കേട്ടപ്പോൾ വല്ലാതെ നെഞ്ചുലച്ച ഒരു ഭാഗം എന്ന് വെച്ചാൽ, സൂര്യമോളുടെ അച്ഛൻ സുനിലേട്ടൻ കെട്ടിടപ്പണിക്കാരനാണ്. ജോലിക്കിടെ അദ്ദേഹം മറിഞ്ഞു വീണ് അദ്ദേഹം രോഗിയാണിപ്പോൾ. അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ്. അതായത് ഒരു കുടുംബം മുഴുവനും രോഗികളാണ്. ഒരു വീടിൻ്റെ അവസ്ഥകൾ കാണുന്നില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു വീടുണ്ടാവും, നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു മാർഗ്ഗമില്ലാത്തൊരു കുടുംബമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സറിഞ്ഞ് നിങ്ങളെല്ലാവരും ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സറിഞ്ഞ് നമ്മളെല്ലാവരും ഒന്ന് അണിചേരുകയാണെങ്കിൽ ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് നമുക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയും. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന സ്വതക്ക കൊണ്ട്, ദാനധർമ്മം കൊണ്ട് അള്ളാഹു തആല അതിനൊക്കെ അതിജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും എന്നെ സഹായിക്കണം. അത്രയ്ക്ക് വേദനയൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും ഗുളിക കഴിക്കുമ്പോൾ ഭയങ്കര വേദനയൊക്കെ. എല്ലാവരും കഴിയുന്ന സഹായം തരണം. എനിക്കിനി പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഉയർന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾ തന്ന സഹായത്തിലേ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ മക്കൾ ഇന്ന് രാവിലെ കുളിച്ചൊരുങ്ങി സ്കൂളിലേക്ക് പോയ മക്കളാണ്. അതുപോലെ സൂര്യമോക്കും പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ അസുഖം കാരണം അവർക്ക് പോകാൻ കഴിയുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ സഹായം കൊണ്ട്, നമ്മുടെയൊക്കെ ഉദാരമതികളുടെ സംഭാവന കൊണ്ട് സൂര്യ സ്കൂളിലേക്ക് ഓടിപ്പോകുന്ന കാണാൻ നമുക്ക് കഴിയണം. അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, ഈ സമയത്ത് 1 രൂപ പോലും തന്നാൽ അതിന് 1 ലക്ഷം രൂപ അത്ര വിലയുള്ള സമയമാണ്. കാരണം എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. അവരിനി പോകാൻ സ്ഥലമില്ല. കഴിഞ്ഞ ദിവസം നടക്കൽ മുസ്ലിം ജമാഅത്തിന്റെ വക അവർ ജുമാഅക്ക് പിരിച്ചു കൊടുത്തു. അങ്ങനെ പള്ളികളിൽ നിന്ന് കിട്ടിയ ചെറിയ വേദനമല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് മനസ്സറിഞ്ഞ് സഹായിക്കണം. നമ്പർക്ക് 2 വാക്ക് പറയാനുണ്ട്. മോള് +2 പഠിക്കുകയാണ്. കുഞ്ഞിന്റെ പഠനം തന്നെ ആകെ 10ാം ക്ലാസ്സിലൊക്കെ കരൾ രോഗം ബാധിച്ച് ഒരുപാട് വർഷം കൊണ്ട് വയ്യാതിരിക്കുകയാണ്. എന്നിട്ട് പോലും 10ാം ക്ലാസ്സിൽ മികച്ചൊരു വിജയം നേടിയ കുഞ്ഞാണ് ഇവള്. ഇവക്ക് ഇനിയും +2 നന്നായിട്ട് പഠിക്കണം. അതിനുവേണ്ടി അവളുടെ ആ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്ത് മോളെ എല്ലാവരുടെ പ്രാർത്ഥനയോട് കൂടി എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എത്ര ദയനീയമാണ് ആ പെൺകുട്ടിയുടെയും ആ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഈ വീഡിയോ കാണുന്നവരോട് ഞാൻ ആദ്യമേ പറയട്ടെ, നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടല്ല ആ കുടുംബത്തിന് സഹായിക്കണമെന്ന് ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുന്നു. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, കൊല്ലം ജില്ലയിലുണ്ടല്ല സംഘപരിവാർ സംഖ്യകൾക്കുണ്ടല്ല നല്ല വളർച്ചയാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ ആ വളരുന്ന സംഖ്യകൾ ഒരിക്കലും ഉണ്ടല്ല ഈ പാവപ്പെട്ട ഹിന്ദു കുടുംബം ഉണ്ടല്ല ഈ ഹിന്ദു കുടുംബത്തിനെ കാണൂല. അവരൊന്നും ഈ പെൺകുട്ടിയുടെയോ ഈ കുടുംബത്തിന്റെയോ വിഷമമുണ്ടല്ല ഒരിക്കലും കാണൂല. അതിന്റെ കാരണം എന്താ അറിയാം? ഇവിടെ പോയി കഴിഞ്ഞാൽ വർഗീയതയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സംഘപരിവാറൊന്നും ഇവിടെ എത്തൂല. എവിടെയൊക്കെ വർഗീയതയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ അവിടെ മാത്രമേ സംഘപരിവാരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അൻസാരി ഉസ്താദ് ഇന്നലെ ചെയ്ത അടുത്ത വീഡിയോ കണ്ടിട്ട് വരാം. ഒരുപാട് നല്ല ആൾക്കാർ സഹായിച്ചതുകൊണ്ട് ആ കുട്ടിക്കുണ്ടല്ല ഇതുവരെ കിട്ടിയ സഹായത്തിന്റെ കണക്കാണ് അൻസാരി ഉസ്താദ് ഈ വീഡിയോ പറയുന്നത്. അതുമാത്രമല്ല ഇതുവരെ സഹായിച്ചവർക്കുണ്ടല്ല ആ കുട്ടിയുടെ അച്ഛനുണ്ടല്ല ആ കുട്ടിയുടെ അച്ഛൻ നന്ദിയും വരുന്നുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? ആശ്രിതർക്കാശ്വാസമേകുന്നോരെല്ലാം അളവറ്റ ഫിർദൗസിൽ എന്നൊപ്പമല്ലോ. ജാതി മതം നോക്കണ്ട, ആശ്രിതരായിട്ടുള്ള ഏത് മനുഷ്യനിക്കും നമ്മൾ ആശ്രയമായാൽ അവനിക്ക് കിട്ടുന്ന സമ്മാനം, അവന് കിട്ടുന്ന പ്രതിഫലം ഫിർദൗസ് എന്ന സ്വർഗമാണ്. അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. അല്പം മുമ്പ് സൂര്യമോളുടെ അച്ഛൻ സുനിലേട്ടൻ വിളിച്ചിരുന്നു. ഇതുവരെ നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് 21 ലക്ഷം രൂപ സമാഹരിച്ച്. കരൾ രോഗമാണല്ലോ, ഭീമമായ സംഖ്യ വേണം. ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയും ഒരല്പ ദൂരം കൂടിയുള്ളൂ. നമ്മൾ ഒന്നുകൂടി പരിശ്രമിക്കുകയാണെങ്കിൽ, കൊടുത്തവരൊക്കെ തന്നെയാണ്, നമ്മൾ ഒന്നുകൂടി ചെറിയൊരു സംഖ്യ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അവർ ലക്ഷ്യത്തിലേക്ക് എത്തും. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, നിങ്ങളോടെല്ലാം പറയണം പ്രാർത്ഥിക്കാൻ വേണ്ടി. നമ്മൾ സഹായിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവം ആ കുഞ്ഞിൻ്റെ രോഗമൊക്കെ മാറി ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ.
ഞാൻ ഇന്നലെ അവരുടെ വീടിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു. വളരെ ദയനീയമാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെയൊക്കെ വീടുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അതിൻ്റെ അകത്തേക്കൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും അവരുടെ അടുക്കളയും അവരുടെ പരിസരങ്ങളും അവരുടെ ഭിത്തിയും ജനാലയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഭൂമിയിൽ തന്നെ സ്വർഗം പണിത് ജീവിക്കുകയാണെന്ന് തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവർക്കിതൊന്നും കിനാവ് കാണാൻ കഴിയില്ല കേട്ടോ. ഈ 21 ലക്ഷം രൂപ പോയിട്ട് ഒരു 10,000 രൂപ പോലും ഞാൻ ചെന്നിടത്തോളം ആ ചേട്ടന് കിനാവ് കാണാൻ കഴിയില്ല. അങ്ങനെ കിനാവ് കാണാൻ കഴിയാത്ത മനുഷ്യരെ നമ്മൾ എന്ത് ചെയ്തു? കിനാവ് കാണാൻ പഠിപ്പിച്ചു. നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് ഒത്തുചേർന്നപ്പോൾ, നമ്മൾ കേരളീയർ ഒന്നിച്ചു ചേർന്നപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതുവരെ 21 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ഇനിയും നമ്മൾ ബാക്കിയുള്ള ചെലവിലേക്കുള്ള പൈസ നമ്മളെല്ലാവരും കൂടെ ചേരുമ്പം അതൊക്കെ ഇവിടെ സാധ്യമാകും. ഏറ്റവും വലിയ ലഹരി എന്താണെന്ന് പറയുന്നത്, ഏറ്റവും വലിയ ലഹരിയാവേണ്ടത് മറ്റൊരു മനുഷ്യൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ കഴിയുക എന്നുള്ളതാണ്. മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് ചെല്ലണം. എന്നിട്ട് അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ആരെങ്കിലുമൊക്കെ നമ്മളെയൊക്കെ ഓർക്കൂലേ? അല്ല, ഈ ഭൂമിയിൽ ഈ മഴ പെയ്യുന്ന സമയത്ത് ജലാശയത്തിൽ ചില കോമളകൾ വരും പെട്ടെന്ന്. അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇല്ലാതായി പോകും, വെള്ളത്തിൽ തന്നെ അലിഞ്ഞു പോകും. അങ്ങനെയല്ലല്ലോ നമ്മൾ മനുഷ്യർ. നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ, കമ്മിറ്റ്മെൻ്റ് ഇല്ലേ, നമുക്ക് കുറേ പ്രതിബദ്ധതയൊക്കെ വേണ്ടേ നമുക്ക് മനുഷ്യരോട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായ സൽക്കർമ്മം എന്നുള്ളത് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾക്കൊപ്പം നിൽക്കാനാണ്. അപ്പോൾ മലയാളികളെ, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്. പടച്ചോ നിങ്ങൾക്കൊക്കെ അർഹമായ പ്രതിഫലം തരട്ടെ. ഒന്നുകൂടി പറയാണ്, ആശ്രിതർക്കാശ്വാസമേകുന്നോരെല്ലാം അളവറ്റ ഫിർദൗസിൽ എന്നൊപ്പമല്ലോ. ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗത്തിലാണ് ആശ്രിതർക്ക് ആശ്രയം കൊടുക്കുന്നവർ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരു കാര്യം പറയട്ടെ. ഈ സാഹിത്യവരുണ്ടല്ല 99% ജനങ്ങളുണ്ടല്ല അത് മുസ്ലിങ്ങളായിരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. അൻസാരി ഉസ്താദ് ഉണ്ടല്ല, ഉസ്താദിന് ഉറപ്പുണ്ട്. പക്ഷെ അൻസാരി ഉസ്താദ് ഒരിക്കലും ഉണ്ടല്ല അതിന്റെ ക്രെഡിറ്റ് മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അൻസാരി ഉസ്താദിനോട് ഇത്രമാത്രം സ്നേഹം. ഞാൻ ഈ പറയുന്നതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ അൻസാരി ഉസ്താദിന്റെ ഈ വീഡിയോക്ക് തായിൽ വന്ന ഒരു കമന്റ് മാത്രം കണ്ടാൽ മതി. ഒരു പാവപ്പെട്ട ഹിന്ദു ഇട്ട കമന്റാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അതിന്റെ അടിയിൽ ഒരു നല്ല മുസൽമാൻ ഇട്ട ഒരു മനോഹരമായ കമന്റ് ഞാൻ കാണിച്ചു തരാം. ശ്രീഹരി ചന്ദ്രക്കാവാണ് ഈ കമന്റ് ഇട്ടത്. എന്റെ പ്രാർത്ഥന ഉണ്ട്, എന്റെ കയ്യിൽ ഒന്നുമില്ല. അതിന് അൻസാരി ഉസ്താദ് മറുപടി കൊടുത്തിട്ടുണ്ട്, അത് മതി, ആ വലിയ മനസ്സാണ് ഏറ്റവും വലിയ സമ്പത്ത്. പിന്നെ അതിന്റെ ഇടയിൽ വേറൊരു മുസ്ലിം സഹോദരൻ കൊടുത്ത കമന്റ് ആട്ടാം. ഫാസ് ഫസല്, ശാരീരികമായോ മാനസികമായോ സഹായങ്ങളൊക്കെ സ്വീകരിക്കും, ചേട്ടൻ വിഷമിക്കണ്ട, എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട്, പ്രാർത്ഥനയാണ്, താങ്കളുടെ കയ്യിലെങ്കിൽ അത് മതി, സ്നേഹം മാത്രം. കണ്ടല്ലോ, ഇതൊക്കെയാണ് ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ അവസ്ഥ. പക്ഷെ ആ അവസ്ഥ മനസ്സിലാക്കി ആ കമന്റ് ഇട്ട ഒരു മുസ്ലിം സഹോദരനില്ലേ, ആ മുസ്ലിം സഹോദരനെ പോലെയാണ് കേരളത്തിലെ 99% മുസ്ലിങ്ങളും. അതായത് പാവപ്പെട്ട ഹിന്ദുവിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവനെ സഹായിക്കുന്നവരാണ് 99% മുസ്ലിങ്ങളും. പക്ഷെ നമ്മുടെ നാട്ടിലെ സംഖ്യക്ക് ഉണ്ടല്ലോ ഹിന്ദുവിന്റെ ഈ ദയനീയ അവസ്ഥ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അവർക്കെന്താ സമയം എന്നറിയാം? അവർക്ക് മുസ്ലിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടില്ല, വർഗീയത ഉണ്ടാക്കണം, അതിന് മാത്രമാണ് സംഖ്യക്ക് സമയം. അങ്ങനെ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ ആ സംഖ്യക്ക് എന്താ വേണ്ടെന്നറിയാം? ആ മുസ്ലിങ്ങൾ പാവപ്പെട്ട ഹിന്ദുക്കളെ സഹായിക്കുന്നുണ്ടല്ല, ആ സഹായം കൂടി ഇല്ലാതാക്കിയാണ് ഈ സംഖ്യയുടെ ശ്രമം. എന്നിട്ട് പോലും സംഘപരിവാർ മുസ്ലിങ്ങളെ കുറിച്ച് ഇമാതിരി പച്ച വർഗീയത പറയുമ്പോഴും ഒരു മുസ്ലിമുമില്ല പാവപ്പെട്ട ഹിന്ദുവിനെ ഇതുവരെ സഹായിക്കാതിരുന്നിട്ടില്ല. അതായത് സംഘപരിവാർ പറയുന്ന പച്ച വർഗീയത ഉണ്ടല്ല, അത് മുഖവിലക്കെടുക്കാതെ ഇപ്പോഴും മുസ്ലിം സഹോദരങ്ങളുണ്ടല്ല പാവപ്പെട്ട ഹിന്ദുക്കളെ ഒന്നും നോക്കാതെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ പാവപ്പെട്ട ഹിന്ദുക്കളെ സഹായിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി എന്നെപ്പോലത്തെ കുറച്ച് ഹിന്ദുക്കളെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ, അവർക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിച്ചിട്ട് എന്താ പ്രയോജനം? അപ്പൊ ഒരിക്കൽ കൂടി പറയുന്ന നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ഈ പാവപ്പെട്ട പെൺകുട്ടിക്കും ഇവരുടെ കുടുംബത്തിനും ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പൊ എന്റെ പ്രിയപ്പെട്ട അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.